ഒരുപാട് ആഗ്രഹിച്ചു പോകുന്ന ഒരു ട്രിപ്പിലേക്കുള്ള പർച്ചേസിനാണ് ഇപ്പൊ ഈ പോയിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അത് മുടങ്ങാനുള്ള പോക്കിനാന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പാർക്കിംഗ് ഇല്ലാത്തോണ്ട് ഇവിടെ കൊണ്ടുപോയി. ഇതു തട്ടരടി മുടി വെട്ടുന്നതിന്റെ അടുക്ക് തട്ടം തലേന്ന് പോയോ? ഇത് കാണുന്നുണ്ട്. നമ്മള് മാക്സുകാരെ പറ്റിച്ച് ഗൈസ്, പറ്റിച്ച് പാർക്ക് ചെയ്തു. തിരിച്ചൊരു എന്തെങ്കിലും വാങ്ങിയല്ലേ. എനിവേ, ട്രിപ്പിന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ ആയിട്ട് ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലെയർ കട്ടാണ് ചെയ്തത്. ലെങ്ത് ഹെയർ ഉള്ളവരോട് എനിക്ക് ആകെ പറയാനുള്ളത്, ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നിങ്ങൾ നീളമുള്ള മുടി പോയി വെട്ടാൻ നിൽക്കരുത്. കാരണം പഴയ ലെങ്ത്തിലേക്ക് ഒരിക്കലും വളരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത്രയും റിഗ്രറ്റ് ഉണ്ടെങ്കിലും ഈ ലെയർ കട്ട് തന്നെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യലാണ്. ആൻഡ് അനിയത്തിമാർക്ക് പിന്നെ ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ കട്ടാണ് ചെയ്തത്. ഞാൻ നോർമലി ഈ സൈഡാണ് എടുക്കല്. അപ്പം ഈ സൈഡാണോ ഇങ്ങനെ, ഈ സൈഡാണോ രസം അല്ലെങ്കിൽ സെന്ററാണ് രസം? ആര് ഹെയറാ കൈസ് രസം? എനിക്ക് പക്ഷേ ഒന്നും നമ്മൾ വെട്ടിയിലുമായിട്ട് ക്ലിയറാണ്, നല്ല വിസിബിൾ ആവും, നല്ല മനസ്സിലാവും. എൻ്റെ ഞാൻ ബിഫോറും ആഫ്റ്റർ സെയിം പോലെ തോന്നുന്നുണ്ട്. ഓളെ ഹെയർ ഡ്രസ്സെല്ലാം പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ ബേസിക്കലി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഞങ്ങളെ ഉപ്പന്റെ മുടിയാണ്. കാരണം ഞങ്ങളെ ഉമ്മന്റെ മുടി കണ്ടാൽ സ്പ്രിങ്ങിന്റെ അങ്ങേ അപ്പുറമാണ് ഉമ്മന്റെ മുടി. അപ്പൊ ഉപ്പന്റെ മുടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. ഞങ്ങളവിടെ എല്ലാരും ചോദിക്കുന്നതാണ് മറ്റേ ഹെയർ സ്മൂത്തനിങ് ചെയ്തണോ ഇതാക്കണോന്ന്. പക്ഷെ ഞങ്ങൾ ആരും സ്മൂത്തനിങ് ചെയ്തില്ല. ജനറ്റിക്കലി പാരന്റ്സിന്റെ അത് കിട്ടിയതോണ്ട് രക്ഷപ്പെട്ടു, ഉമ്മന്റെ കിട്ടാത്തോണ്ട് രക്ഷപ്പെട്ടു. ഒരാളോടെ ഡിലേ ആയാല് ഒരു എക്സ്ട്രാ പീസ് പറയാൻ കാത്തു നിൽക്കുന്നല്ലേ. കറക്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ട് തന്നവര്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ KFCയിലാണ് പോയത്. ബ്രോസ്റ്റിനോടുള്ള ആ പൂതി അങ്ങ് മാറിക്കിട്ടി. കെട്ട് ചീഞ്ഞ ചിക്കനാണ് ഓര് തന്നത്. ഞാൻ കഴിച്ചത് കുന്നമംഗലം പാലക്കൽ മാളിന്റെ ഉള്ളിലുള്ള ഔട്ട്ലെറ്റിലാണ്. പക്ഷെ എല്ലാ ബ്രാഞ്ചിലും ഈ അവസ്ഥ ആണ് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി, അവിടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കിയിട്ട് മാത്രം കഴിക്കുക. നീ അടുത്തൊരാള് വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ട്, KFCയിൽ ഇതേപോലെ സ്മെല്ല് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നതൊക്കെ. പക്ഷെ അത് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഉണ്ട് പ്രശ്നമായിക്കുന്നത്. ഞാൻ ഓർക്കെന്നെ കൊണ്ട് കൊടുത്തു, ഓരെന്നെ പറഞ്ഞ സ്മെല്ലുണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും സ്മെല്ലുണ്ട് എന്ന് ഓര് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഒരു പറഞ്ഞ ഇതുവരെ വേറെ ആരും കംപ്ലൈന്റ് ചെയ്തില്ല, നമ്മളാ ഫസ്റ്റ് ടൈമോന്നൊക്കെ. ശ്രദ്ധിച്ചോളി KFCയിൽ വരുമ്പോ. അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഉമ്മയുമായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് ബീച്ച് വൈബുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ബീച്ചിലെ കറക്റ്റ് ബീച്ച് വൈബ് ചെരുപ്പ് ഇത് കൊള്ളാം. അതിന്റെ ഷോപ്പിംഗ് ആണ് കാര്യം. പോയാലും ഇവിടെ ഒരു വിസിറ്റ് നിർബന്ധമല്ലോ. അമ്മ കണ്ണട വേണ്ടേ? അമ്മ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അല്ല, ശരിക്കും കണ്ണ അടിച്ചു പോകും. മസ്റ്റ് സൂം ഓപ്റ്റിക്സ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏത് ട്രിപ്പ് ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കയറി രണ്ട് കണ്ണട ഇട്ട് നോക്കി പോലും. സീതാറാമത്തെ പെണ്ണിനെ സീതാറാമത്തെ പെണ്ണോ കണ്ണട ഇട്ട് The next day. KFC തന്ന 8ന്റെ പണി കാരണം സിവിയർ ഡയറിയയും വോമിറ്റിങ്ങും വയറുവേദനയും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വന്ന്. അതുകൊണ്ട് ട്രിപ്പിന്റെ കാര്യത്തിൽ തീരുമാനം അങ്ങാക്കി തന്ന്. ഹായ് ഗായ്സ്, എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു ട്രിപ്പ് ഇട്ടില്ലമ്മ. എന്താ പറയാനുള്ളത്? ചിക്കന് ഇതിങ്ങനെ കാണുമ്പോൾ അറപ്പും വെറുപ്പും വരണം.
അത് ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ബ്രോസ്റ്റ് കാണുമ്പോൾ ഒരു കെട്ട സ്മെല്ലായിരുന്നത്. ഈ KFC കാരണം എൻ്റെ ലക്ഷദ്വീപ് ട്രിപ്പും കൊളായി ഷോപ്പിങ്ങും കൊളായി എല്ലാത്തിനെയും കൊളായി.